ഇരിക്കേ. താങ്ക് യു. എന്താണ്, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പക്ഷേ എന്തു പറ്റി? ജീവിതത്തിൽ ഒരിക്കലും പ്രിയങ്കയുമായിട്ട് ഇങ്ങനൊരു കണക്ക് പറച്ചിലും പിരിയലും ഉണ്ടാവുന്ന കരുതിയതേയില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവര് കണക്ക് പറയാൻ തീരുമാനിച്ച നമുക്ക് വേറെ മാർഗമില്ലല്ലോ, അല്ലേ വരുൺ? അത് ഇയാൾക്കൊരു കുഴപ്പമുണ്ട്, എത്ര കിട്ടിയാലും പഠിക്കില്ല. സത്യത്തിൽ പ്രിയങ്ക എത്രയും വഷളായി പോയത് ഇയാളുടെ പെരുമാറ്റം കൊണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ആ കുടുംബത്തിനോടുള്ള കടപ്പാടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ശരി ശരി, ഇനിയിപ്പൊ ആ കടപ്പാടിന്റെ വിശദീകരണം ഒന്നും വേണ്ട. ഇന്ന് ഇവിടെ വെച്ച് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പിരിയാണ്, കേട്ടല്ലോ വരുൺ? ഈ കക്ഷികളോടെ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ട് മുങ്ങിക്കളയോ? വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ മുങ്ങാനൊന്നും പറ്റില്ലടോ. എഗ്രിമെന്റ് അനുസരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയത് മുതൽ കൃത്യമായിട്ട് എന്റെ ടീം അവരുടെ പിറകെയുണ്ട്. അവരിപ്പോ എത്തും, നിങ്ങളിരിക്കും. അല്ല, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട, ഞങ്ങളിപ്പോ കുടിച്ചോളൂ. ആ ഹലോ, എത്തിയോ? ഇങ്ങോട്ട് കൂട്ടിക്കോളൂ. പ്രിയങ്കയും മുത്തശ്ശി എത്തി. ഗുഡ് മോർണിംഗ് പ്രിയങ്ക. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. വരൂ. എന്നെ ഒഴിവാക്കി കഴിഞ്ഞാ സുഖമായിട്ട് ജീവിക്കാം രണ്ടുപേർക്കും, അല്ലേ? നിനക്ക് പറയാനുള്ള കണക്ക് നീ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ തുക മാത്രം നമുക്കിടയിലുള്ള ബന്ധം, അല്ലാതെ ഇനി കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. നീ എന്തായി കാണിക്കുന്നേ? നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം കാശ. വെറുതെ ബഹളം വെച്ച് കിട്ടാൻ പോകുന്ന തുക നഷ്ടപ്പെടുത്തരുത്. എന്നാലും കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മുത്തശ്ശി. സഹിച്ചാ മതി. ഇതിപ്പോ ഭാഗ്യത്തിനല്ലേടി ഇത്രയും പണം നമുക്ക് കിട്ടുന്നേ. അല്ലെങ്കിൽ ആ ജയിലിൽ കിടക്കട്ടെ എന്ന് ഇവർക്ക് വിചാരിച്ച പോരായിരുന്നു. വരുൺ, എന്താ അച്ഛൻ വരാൻ താമസം? അറിയില്ല, അല്ല നമുക്ക് കുറച്ച് സമയം കൂടെ നോക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താനും ചുമ്മാ ഇരുന്നേ, അച്ഛനെ പത്തു. അതെ, ഞങ്ങൾക്ക് ഈ ഇരിപ്പ് ഒരുപാട് നേരം ഇരിക്കാനൊന്നും പറ്റില്ല. ഒപ്പിട്ട് കാശ് വാങ്ങിച്ചോണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോണം. പണവും കൊണ്ട് അച്ഛൻ വരും, അതുവരെ ഒന്ന് ക്ഷമിക്കും. എന്തായാലും കാണിക്കുന്ന ആർത്തിക്കുള്ളത് കിട്ടുന്നുണ്ടല്ലോ. കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. കൃത്യമായ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടാ പൈസ വാങ്ങിക്കുന്നത്. വെറുതെ അല്ലല്ലോ, എന്റെ അവകാശങ്ങൾ മുഴുവനും വിട്ടു തന്നില്ലേ? രാധികെ, പ്രിയങ്കെ, നിങ്ങൾ തമ്മിൽ സംസാരം വേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാം. വരൂ, അച്ഛൻ എവിടെ എത്തിയതോ നോക്ക്. കളഞ്ഞിട്ട് പോവാനും ഞങ്ങൾ മടിക്കില്ല മാഡം. നിങ്ങൾ മടിക്കില്ലെന്ന് എനിക്കറിയാം. പ്രിയങ്ക പറഞ്ഞത് പ്രിയങ്കയുടെ മനസ്സിലിരിപ്പാണെങ്കിൽ പാടുപെടും കേട്ടോ പ്രിയങ്ക. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വീണ്ടും
വരുൺ ഇല്ലടൂ, അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ ബെഞ്ചമിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. ദയവായി ബെഞ്ചമിനെ കിട്ടുന്നില്ലല്ലോ. പിന്നീട് വീണ്ടും ശ്രമിക്കൂ. എന്താണെന്ന് അറിഞ്ഞൂടല്ലോ. ഓഫീസിലെ മറ്റാരെങ്കിലും വിളിച്ചു നോക്ക്. ഹലോ സർ. മനോഹർ, അച്ഛൻ ഓഫീസിലില്ലേ? ഇല്ല സർ, അദ്ദേഹം വീട്ടിലേക്ക് പോയല്ലോ. വീട്ടിലേക്കോ? അച്ഛൻ പണമായിട്ട് അഡ്വക്കേറ്റ് ആരതി വർമ്മയുടെ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞാണല്ലോ. വി ആർ വെയിറ്റിംഗ് ഹിയർ. സർ, പണം റെഡി ആയിട്ടില്ല. ഇന്ന് നടക്കില്ല സർ. വരുൺ രാധികെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്ന് പണം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല.